ഇസ്രായേൽ തലസ്ഥാന ടെല്ലവീവിൽ വീണ്ടും സ്ഫോടനം. ഇറാൻ തൊടുത്ത 2 മിസൈലുകൾ ടെല്ലവീവിൽ പതിച്ചു. പി ജെയിംസ് ഇന്റർനാഷണൽ സ്ക്രീൻ വാർത്തയിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. ജെയിംസ്, അയൺഡോമിനെ പറ്റി ഇസ്രായേൽ എപ്പോഴും പറയുന്നത് ഇൻവിൻസിബിൾ എന്നുള്ളതാണ്, തകർക്കാൻ കഴിയാത്ത എന്നുള്ളതാണ്. ഇതിപ്പോൾ 9ാമത്തെ തവണയോ 10ാമത്തെ തവണയോ ടെല്ലവീവിലേക്ക് മിസൈലുകൾ വീഴുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അയൺഡോം മാത്രമല്ല, അയൺഡോം, ഡേവിഡ് സ്ലിംഗ്രി, ഈ പറഞ്ഞ അമേരിക്കയുടെ താട് സംവിധാനങ്ങളെയൊക്കെ മറികടന്ന് തലസ്ഥാന നഗരിയിൽ മിസൈലുകൾ വീഴുന്നതിന് ഇസ്രായേൽ കാണുന്നത് എങ്ങനെയാണ്? യുദ്ധത്തിലേക്ക് എന്ന് തന്നെ കരുതണോ ജെയിംസ്? ഹാഷ്മി, ഒരുപക്ഷെ ഇസ്രായേലിന് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന്. ഹമാസിനോടും ഹെസ്ബുള്ളയോടും ഹൂതികളോടും പോരാടുന്നത് പോലെയുള്ള ഇറാൻ പശ്ചിമേഷ്യയിലെ വലിയ സൈനിക രാഷ്ട്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ അടിയിൽ ഇസ്രായേലിന് അനുകൂലമായിട്ട്, കാരണം ഇസ്രായേൽ മൊസാദിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് 200 പോർ വിമാനങ്ങളുമായി ആദ്യ ദിനത്തിൽ വലിയ രീതിയിൽ ഇറാന്റെ നട്ടെല്ലൊടിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചെങ്കിലും ഇറാൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഇറാൻ തിരിച്ചടി അതിശക്തമാക്കിയിരിക്കുകയാണ്. അയൺ ഡോമുകൾ എല്ലാം തടയുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അയൺ ഡോമുകൾക്ക് തടയാനാവാത്ത വിധം ഈ മണിക്കൂറുകളിൽ ടെല്ലവീവിൽ ഒന്നിനു പുറകെ ഒന്നായി ഈ മിസൈലുകൾ വന്ന് വീഴുകയാണ്. ബാലിസ്റ്റിക് മിസൈലുകളാണ്. ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രത്യേകത, ഇത് സൗണ്ടിനേക്കാൾ, ശബ്ദത്തേക്കാൾ വേഗത്തിലാണ് യാത്ര ചെയ്യുന്നത്. 1500 കിലോമീറ്റർ അവർ യാത്ര ചെയ്ത് എത്തുന്നത് 12 മിനിറ്റ് കൊണ്ടാണ്. അതുമാത്രമല്ല, അത് ഉയരങ്ങളിലെത്തി നേരെ കുത്തനെ വന്ന് വീഴുകയാണ്. അയൺ ഡോമുകൾക്ക്, റഡാറുകൾക്ക് അതിനെ സ്പോട്ട് ഔട്ട് ചെയ്ത് തകർക്കുന്നതിന് മുമ്പേ ഒന്നിന് പകരം 30, 40, 50 ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടെല്ലവീവിൽ പതിച്ചിട്ടുണ്ട്. അവിടെ തീഗോളങ്ങൾ ഉണ്ടായിരിക്കുന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് ഹാഷ്മി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണം സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ അടി ഏകപക്ഷീയമല്ല, തിരിച്ചുള്ള അടി കൂടി ഉണ്ടായിരിക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. അതിനിടയിൽ നമ്മൾ അറിയുന്നത് സ്റ്റേറ്റ് ടെലിവിഷൻ, ഇറാൻ്റെ സ്റ്റേറ്റ് ടെലിവിഷന് നേരെ ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ നമ്മൾ സഹ്റ അലമിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അവർ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അവതാരക വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോംബ് വീണത്. അവർ എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഒരു വിധത്തിൽ ഓടിപ്പോയെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവർ ഓടിപ്പോവുകയല്ല. അവർ പോയതിന് ശേഷം അരമണിക്കൂറിനുള്ളിൽ ഒരു ബദൽ സ്റ്റുഡിയോ സംവിധാനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഇസ്രായേലിൻ്റെ സർക്കാരിനെ, അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. നമ്മുടെ അടുത്ത സുഹൃത്ത് പി മുസ്തഫ, പഴയ വളരെ പ്രശസ്തനായിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം ഇത് കണ്ട് വിളിച്ചിരുന്നു. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ജീവൻ പോകും എന്നുള്ള അവസ്ഥയിൽ പോലും ഒരു ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ കാണിച്ച ഒരു ധൈര്യം, വല്ലാത്ത ഇച്ഛാശക്തിയാണ് ജെയിംസ്. നമ്മൾ പലസ്തീനിൽ കണ്ടതാണ്. പലസ്തീനിൽ ഈ പറഞ്ഞ യുദ്ധമുഖത്ത് ജീവൻ നഷ്ടമായ എത്രയെത്ര മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. കുടുംബം മൊത്തം ഒന്നാകെ ഇല്ലാതായി പോയിട്ടും പിന്നീടും ഒന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെ, ഭാര്യ, മക്കൾ ഒക്കെ നഷ്ടപ്പെട്ടും ഒന്ന് ലൈവ് ചെയ്ത മാധ്യമപ്രവർത്തകൻ നമ്മൾ ഗാസയിൽ അവിടെ കണ്ടു. ഇപ്പോൾ ഇവിടെ ഇറാനിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുക തലയ്ക്ക് മുകളിൽ വന്നു ബോംബ് വീണ ആശങ്കയിലും അരമണിക്കൂറിൽ വീണ്ടും ഒന്ന് ലൈവ് ചെയ്യണമെങ്കിൽ അതൊരു പ്രത്യേകതരം ഇച്ഛാശക്തിയാണ്. അത് യുദ്ധമുഖത്തുള്ള മാധ്യമപ്രവർത്തകർക്ക് മാത്രം കിട്ടുന്ന ഒന്നാകും ചിലപ്പോൾ ജെയിംസ്. അത് തീർച്ചയായിട്ടും ഒരു അസാമാന്യമായ ധൈര്യമാണ്. എന്ന് മാത്രമല്ല, അവിടെ ബോംബ് വീണ് 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നു, ഒരുപാട് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കയ്യിൽ ചോരയുമായി ഒരു മാധ്യമപ്രവർത്തകൻ, യൂനിസൺ എന്ന മാധ്യമപ്രവർത്തകൻ ആ കത്തിയാളുന്ന ഗ്ലാസ് കൊട്ടാര കെട്ടിടത്തിൻ്റെ TV സ്റ്റേഷൻ്റെ മുൻപിൽ നിന്ന് എത്ര മണിക്കൂറുകളാണ് സംസാരിച്ചത്. ചോര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളെ കീഴടക്കാനാവില്ല. ഒരു പക്ഷേ യുദ്ധം നടക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ അതിൻ്റെ ഭാഗമല്ല, അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പേരിൽ ഒരു ടെലിവിഷൻ ചാനലിനെ ആക്രമിക്കുക, അതിലെ ആൾക്കാരെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ഏത് രാഷ്ട്രം ചെയ്താലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ പോലെ പാലസ്തീനിൽ, ഗസയിൽ ഇപ്പോൾ ഇതിനകം 235 മാധ്യമപ്രവർത്തകർക്കാണ് രക്തം ചിന്തി മരിക്കേണ്ടി വന്നത്. അപ്പോഴും മാധ്യമപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നിരവധി മാധ്യമപ്രവർത്തകർ ഗസയിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണം, അതിനിടയിലാണ് ഇപ്പോൾ ഇത് TV സ്റ്റേഷൻ ആക്രമിച്ചപ്പോഴാണ് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത്. എന്തായാലും ഇറാന്റെ തിരിച്ചടി അതിശക്തമായ രീതിയിൽ വന്നിരിക്കുന്നു. 2 മിസൈലുകൾ പതിച്ചു, അവിടെ കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്,
തീഗോളങ്ങൾ ഉയർന്നു. അവിടെ മരണസംഖ്യ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടില്ല. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇന്ത്യക്കാരായിട്ടുള്ള 25,000 പേരുണ്ട് അവിടെ, അവരെ ഒഴിപ്പിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതേസമയം ഇറാനിൽ വിദ്യാർത്ഥികളാണുള്ളത്, കൂടുതൽ കാശ്മീരി വിദ്യാർത്ഥികളാണ്. 1500 വിദ്യാർത്ഥികളുണ്ട്, 6000 പേര് വരെ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും അവരോടൊക്കെ ടെഹ്റാൻ വിട്ടു പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് തന്നെ ടെഹ്റാൻ വിട്ടു പോകാൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ പിറകെയാണ് ടെഹ്റാനിലും സ്ഫോടനം ഉണ്ടായത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വർഷം നടക്കുകയാണ്. അതിനിടയിൽ അടിയന്തരമായിട്ട് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ചേരുന്നു. വാർ റൂമിലാണ് ചേരുന്നത്. അവിടെ അമേരിക്കയുടെ പ്രസിഡന്റും മാർക്കോ റൂബിയോയും കാനഡയിൽ നിന്നെത്തി അതിൽ പങ്കുചേരും. എന്താണ് അമേരിക്ക എടുക്കാൻ പോകുന്ന നയം ലോകം മുഴുവൻ നോക്കിയിരിക്കുകയാണ്. കാരണം അമേരിക്ക ഇസ്രായേലിൻ്റെ പക്ഷത്ത് ചേർന്ന് ആക്രമണത്തിൽ പങ്കാളിയാവുമോ എങ്കിൽ അതൊരു വല്ലാതെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഹാഷ്മി. കാരണം ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ അവിടെ റഷ്യയും ചൈനയും വെറുതെ ഇരിക്കുമോ എന്നൊരു ചോദ്യം ഉയരും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ റഷ്യയുടെ ക്രൂഷ്യൽ നിർണായകമായ ഉക്രൈൻ യുദ്ധത്തിൽ ആയിരക്കണക്കിന് ഷഹദ് ഡ്രോണുകൾ നൽകിയതാണ് ഇറാൻ. അപ്പോൾ ഇറാന് വേണ്ടി റഷ്യ രംഗത്തിറങ്ങുകയോ ചൈന രംഗത്തിറങ്ങുകയോ ഒക്കെ ചെയ്താൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊക്കെ എത്തുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അതിനിടയിൽ അമേരിക്കയോട് ചേർന്ന് ആണവ കരാറിൽ ഒപ്പിട്ട് ഈ പ്രശ്നം ഒഴിവാക്കണം എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇറാൻ്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള ഖാമിനി, നമ്മൾ ഖുമൈനി എന്ന് പറയുന്നത് ആദ്യത്തെ നേതാവിനെയാണ് 1979 ഇസ്ലാമിക ഭരണകൂടം. ഇത് ഖാമിനായി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിൽ ഇറാനിൽ സ്പെൽ ചെയ്യുന്നത്, ആയത്തുള്ള ഖാമിനി എന്നാണ്. അപ്പോൾ ഖാമിനിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇപ്പോഴും ബങ്കറുകളിൽ തന്നെ ആണെന്നറിയുന്നു. അവിടുത്തെ മൊസാദിന് കൂടെ നിൽക്കുന്ന ഇറാൻ്റെ ചാരന്മാരെ പിടികൂടി അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വല്ലാത്ത ഒരു കൊമോഷനാണ്. 1 കോടി ജനങ്ങളാണ് ടെഹ്റാനിലുള്ളത്. അവരൊക്കെ വാഹനങ്ങളിലും മറ്റുമായിട്ട് ഓടി രക്ഷപ്പെടാനുള്ള നീക്കത്തിലാണ്. കാരണം ടെഹ്റാൻ നിന്ന് കത്തുമെന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പറഞ്ഞിരിക്കുന്നത്. കാശ്മീർ